ഹായ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതിപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് ഒരു അയല ഫ്രൈ ആയിട്ടാണ്, അയല ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. വായോ നമുക്ക് വീഡിയോക്കുള്ളിൽ പോകാം, എന്താണെന്ന് കാണാം. ഇപ്പോൾ ഇതിലേക്ക് ഞാൻ എടുത്തേക്കുന്നത് ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ ചെറിയ ഉള്ളി നിങ്ങളുടെ ആവശ്യത്തിന് എടുക്കാവുന്നതാണ്. എടുത്തത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുരുമുളക് പൊടി. ഇത് നിങ്ങളുടെ ആവശ്യത്തിനാണ്, നിങ്ങളുടെ എരിവിനും എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് ഇടുക. പിന്നെ മുളക് പൊടി അതും ആവശ്യത്തിന്, മഞ്ഞൾപ്പൊടി. ഇതിൻ്റെ കൂടെ കുറച്ച് ഞാനിപ്പോൾ ഒരു പകുതി നാരങ്ങ നീരാണ് എടുത്തേക്കുന്നത്. കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കുറച്ച് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, ബാക്കി വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നിങ്ങൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോഴേ നമ്മൾ മസാല മീനിനകത്ത് നന്നായിട്ട് പിടിക്കുള്ളൂ. ഒരു അരമണിക്കൂർ റെസ്റ്റ് ടൈം വെച്ചിട്ട് പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ച് ഇതുപോലെ കറിവേപ്പില ഇട്ടിട്ട് അതിൻ്റെ പുറത്തേക്ക് മീനെടുത്ത് വയ്ക്കുക. ഈ കറിവേപ്പില എന്തിനാണ് ഇടുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് മസാല ചട്ടിയിൽ പിടിച്ച് കരിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ആവശ്യത്തിന് തിരിച്ച് മറിച്ച് വിട്ട് കൊടുക്കുക. തിരിച്ച് മറിച്ച് വിട്ട് കൊടുത്തതിന് ശേഷം അത് ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതുകൊണ്ട് ശ്രദ്ധിച്ചെടുക്കുക. ഇപ്പം നമുക്ക് നോക്കിയാൽ നിറയെ എണ്ണ ഉണ്ടായല്ലോ. ഈ എണ്ണയൊക്കെ എന്താ ചെയ്യുന്നത്, നന്നായിട്ട് ചുറ്റിച്ചു കൊടുക്കുക മീനിൽ. ഇപ്പം ചുറ്റിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് തവി കൊണ്ടോ അല്ലെങ്കിൽ സ്പൂൺ കൊണ്ടോ കുറച്ച് എക്സസ് ആയിട്ടുള്ള ഓയിൽ ഈ മീനിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുക. ഇതുപോലെ തന്നെ. അപ്പം മീൻ പെട്ടെന്ന് ഡ്രൈ ആവില്ല. നമ്മുടെ മീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എങ്ങനെയുണ്ട്, വീഡിയോ ഇഷ്ടമായോ? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.